എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മളിൽ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഒറ്റയാൽ പോരാട്ടം നടത്തുന്ന ഒരു നമ്മുടെ ഇളയ സഹോദരനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. പുള്ളിക്കാരൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തെരുവ് നായ്ക്കളുടെ ശല്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. കുഞ്ഞു കുട്ടികൾക്ക് പോലും സുരക്ഷിതമായിട്ട് ഒന്ന് പഠിക്കാൻ പോകാനോ പുറത്തേക്ക് ഇറങ്ങാനോ ഒരു മിഠായി വാങ്ങിച്ച് തിന്നാൻ പോകാനോ ഒന്നിനും പറ്റുന്നില്ല. കാരണം വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ തെരുവ് നായ്ക്കൾ കാലിൽ സ്റ്റിക്കർ ഇടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരൻ കരുതിയിരിക്കുന്നത് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തായാലും ഇതിനൊരറ്റം കണ്ടേ അടങ്ങുള്ളെന്ന് പറഞ്ഞാണ് നമ്മുടെ കൂടപ്പിറപ്പ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പുള്ളിക്കാരൻ രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അധികാരികളുടെ കണ്ണ് തുറന്നില്ലെങ്കിൽ തുറക്കാത്ത കണ്ണുകളൊക്കെ അങ്ങേര് വലിച്ച് തുറക്കും എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ സഹോദരൻ. എന്തായാലും നമുക്ക് ഓരോരുത്തർക്കും സഹോദരന് വേണ്ടുന്ന പിന്തുണയൊക്കെ കൊടുത്തേ പറ്റൂ. കാരണം നമ്മളിൽ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഈ ഒരു ദൗത്യവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തെ ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തെ ഒരു പട്ടി പോലും കടിച്ചിട്ടില്ല, അദ്ദേഹത്തെ വീട്ടിലുള്ള ആരെയും കടിച്ചിട്ടുമില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ടെന്നല്ല, അത് തന്നെയാണ് വാസ്തവം. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് വരാം. കാണത്തുണ്ടാവോ നിങ്ങൾക്ക്? കാണാൻ പറ്റും. തെരുവ് നായ്ക്കള് ശല്യത്തിനെതിരെ നമുക്ക് ഇന്ന് ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് ഓടിക്കാൻ പറ്റത്തില്ല. ഇൻഷുറൻസ് ടാക്സ് ഒക്കെ എടുത്തിട്ട് റോഡുകളിൽ നമ്മുടെ ബൈക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ സാറന്മാരെ സ്കൂളിൽ നിന്ന് വീട്ടിൽ വിട്ട് കൊടുക്കുന്ന അവസ്ഥ. ഇത് തെരുവ് നായ ശല്യം അങ്ങനെ നിമിഷമായിക്കൊണ്ടിരിക്കാൻ ഒരു മാക്സിമം ഒക്കെ എന്തെങ്കിലുമൊക്കെ വേണം. ഇതൊന്നുമല്ല, ഒരു വാർഡിലെടുത്ത് പോയി കഴിഞ്ഞാൽ 1500-2000 പേരെ കാണത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു വാർഡിൽ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 50,000 പുറത്ത് തെരുവ് നായകളുണ്ട്. ഈ തെരുവ് നായകളെ നമുക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനെ വെറുക്കുന്നുണ്ടായിട്ടല്ല, പക്ഷെ ജനങ്ങൾക്ക് ഉത്തരവ് ഉണ്ടാവരുത്. അതിനു വേണ്ടിയുള്ള ഒരു യാത്രയാണ് മുമ്പ് ഞാൻ ചെയ്തായിരുന്നു. തെരുവ് നായ രണ്ടാമത്തെ അന്ന് എനിക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് വന്നേക്കെന്ന് പറഞ്ഞത് തെരുവ് നായകളെ വന്ധീകരണം നടത്തി ഇതിനെ മാറ്റാനുള്ള ഒരു സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. അത് എവിടെയൊക്കെ ഇതിനെ പൈസ എടുത്ത് വെച്ച് എന്നുള്ള ചോദ്യം ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പൊ അവര് ചെയ്യുന്ന പറഞ്ഞാൽ വന്ധീകരണം പച്ചയ്ക്ക് എഴുതി വെച്ചൊക്കെ വേണം. ജനങ്ങളെ പറ്റിക്കുക, നമ്മളെയൊക്കെ പറ്റിക്കുക. കാരണം നടുവിനൊരു ഇഞ്ചക്ഷൻ എടുക്കും, ചെവി കട്ട് ചെയ്യും, ഇവിടെ പോലെ ഒടിച്ചു ഒട്ടിക്കുക. കുഞ്ഞുങ്ങൾ അങ്ങോട്ട് വരെ മുറ്റത്തോട്ട് ഓടി വന്ന് കടിക്കുന്നത് ഇവിടാണ് കയറി കടിക്കുന്നത്. കടിക്കൊരു കുറവില്ല ഇല്ലേ? അതുകൊണ്ട് തന്നെ ഈ ബൈക്ക് എത്ര പേര് ഇവിടെ പോകുന്നത്, എത്ര പേര് കൈയും കാലം ഓടി നടക്കും. ഇതിനൊന്നും ആർക്കും ഒന്നും അനക്കുമില്ല. ഇതിൽ ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്ന് കാണും. അതായത് പഞ്ചായത്ത് ഇതിനെ തല്ലിക്കൊല്ലാനോ അല്ല മറ്റുള്ള ഒന്നും കൊണ്ടല്ല പറയുന്നത്, ഇതിനെ തെരുവിൽ നിന്ന് മാറ്റണം. ഇത് ഒറ്റ നിർബന്ധമാണ്. കാരണം ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ജനങ്ങളെ കൂട്ടിയോ തെരുവുനായകളെ പുറത്തിറങ്ങി. ഇറങ്ങാൻ കാരണം ഞാനൊരു സോഷ്യൽ വർക്കറാണ്. എന്റെ വീട്ടിലാരും പട്ടി അടിച്ചിട്ടില്ല, പട്ടി ഓടിച്ചിട്ട് പോയി എന്റെ അറിവിൽ. പക്ഷെ ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ ഈ സൈസ് കുഞ്ഞുങ്ങളെ കയറി പട്ടി അടിച്ചോണ്ട് വേണ്ട ഇത് തന്നെയാണ് 12 വയസ്സേ ഉള്ളൂ. നിങ്ങളെ പേരെന്താ? കൊല്ലം ജില്ലയിൽ കേവലക്കരയിലാണ്. ഏറ്റവും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നജീം കളങ്ങര ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ഇതൊന്ന് ഫോളോസ് ചെയ്യുന്നതിന് വേണ്ടിയല്ല, ഇത് പറഞ്ഞതേ ഉള്ളൂ. എനിക്കുള്ള ഒറ്റ ഒരു കാര്യമുള്ളൂ, അദ്ദേഹം പറയുന്ന കേൾക്കൂ. എത്രയോ നല്ല വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു മനുഷ്യനാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇത്തരക്കാർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകളൊക്കെ കൊടുക്കേണ്ടത്. ഇവിടെ ഓരോരുത്തന്മാർ എന്താ ചെയ്യുന്നത്, ഇങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്താണ് പറയുന്നത്, പരസ്പരം കലഹിപ്പിക്കുന്ന തരത്തിലുള്ള മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതേസമയം ഈ പുള്ളിക്കാരൻ്റെ പേര് മറ്റ് ചാനലുകൾ
മറ്റ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പല ചാനലുകളും ഉണ്ട്. ഞാൻ ആരുടെയും പേരൊന്നും നാളൊന്നും എടുത്തു പറയുന്നില്ല. അത്തരക്കാരൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഈ ഒറ്റയാൾ പോരാട്ടം സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിലുള്ളവരെ, ചെറിയ മക്കളെ ആണെങ്കിലും ഈ പട്ടിയും പൂച്ചയും കടിക്കുന്നത് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത, പഠിക്കാൻ പോകുന്ന വഴിയിൽ തന്നെ കുഞ്ഞുമക്കൾ കാലിൽ ബ്ലഡൊക്കെ ആയിട്ട് കരഞ്ഞുകൊണ്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. തെരുവ് പട്ടികളുടെ ശല്യം കാരണം നമ്മളതൊക്കെ വലിയ വാർത്തകളായിട്ട് കാണാറും നമ്മൾ കൂടി കൊടുക്കാറുമുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനെതിരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെന്താ ചെയ്യുന്നത്? വാർത്ത കൊടുക്കുന്നു, അത്ര തന്നെ. എവിടെയെങ്കിലും ഒരു തെരുവ് പട്ടി ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാർത്ത കൊടുക്കുന്നു. അതുകൊണ്ട് ആർക്കാ ഗുണം? ഒന്ന് ഓർത്ത് നോക്കൂ. അതുകൊണ്ട് ആർക്കാ ഗുണം? നമുക്ക് തന്നെയാണ്. കാരണം നമുക്ക് വാർത്ത കൊടുക്കുന്നത് വഴിയിൽ, ആ വാർത്ത ഓടുന്നത് വഴി നമുക്ക് പൈസ കിട്ടുന്നു. അതിൻ്റെ ഗുണം നമ്മൾ തന്നെയാണ്. ശരിക്കും നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വാർത്ത കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഇതുവരെയും കൊടുത്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് വാർത്തയാണ് ഈ തെരുവ് നായ്ക്കളുടെ കാര്യത്തിൽ. എൻ്റെ ചാനൽ പരിശോധിച്ചാൽ മനസ്സിലാവും. പക്ഷേ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നീട് എന്താണ് ചെയ്യുന്നത്? അതുകൊണ്ട് അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇദ്ദേഹം ചെയ്യുന്നത് എന്താണ്? തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയിട്ട് ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ്. പുള്ളിക്കാരൻ മൊബൈലിൽ പിടിച്ചിട്ടോ ഇത് ഞാൻ തെരുവ് നായ്ക്കളുമായിട്ടുള്ള ആ ഒരു പോരാട്ടത്തിലാണ്, അതിനു വേണ്ടിയിട്ട് ഇത്ര ദൂരം ഞാൻ വന്നു കഴിഞ്ഞു എന്നും പറഞ്ഞിട്ടൊന്നും അദ്ദേഹം റീൽസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ഇതാണ് ചെയ്യുന്നത്. എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തെ കണ്ട് മനസ്സിലാക്കണം. പിന്നീട് നമ്മുടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചില ചാനൽസുകളൊക്കെ ഉണ്ടല്ലോ, അവരൊന്ന് കേൾക്കേണ്ട കാര്യമാണ്. സമൂഹത്തിന് വേണ്ടിയിട്ട് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഈ മനുഷ്യൻ്റെ പേര് നജീം എന്നാണ് കേട്ടോ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിലോ, ചിലപ്പോൾ ആളുകൾ പേര് നജീം എന്ന പേരായതുകൊണ്ട് എന്തെങ്കിലും കൃത്രിമത്തരം ആയിരിക്കും അതിന് പിന്നിൽ. നജീം എന്നല്ലേ അവൻ്റെ പേര്. അവൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും, അവനൊരു ജിഹാദി അല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അത്തരക്കാർ ശ്രദ്ധിക്കുക. ഈ പുള്ളിക്കാരൻ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ജിഹാദി ആയിരിക്കും. പക്ഷേ ഈ ജിഹാദി ചെയ്യുന്ന കർമ്മം നിങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന കർമ്മമല്ല. അതായത് ഒരു വീൽ ചെയർ പോലത്തെ ഒരു സൈക്കിളിൽ ഈ ഇതൊക്കെ ബാനറൊക്കെ വച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് പുള്ളിക്കാരൻ. തെരുവുനായിയുടെ ഒരു തലയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കയ്യിൽ വെച്ചിട്ട്. നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഈ ജിഹാദികളെ മുഴുവനും പുലഭ്യം പറയുന്ന നിങ്ങൾക്ക് ഇതുപോലെ ഒരു സൽക്കർമ്മം ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരെ കുറ്റം പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് പൈസയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണല്ലോ, അല്ലേ? അപ്പോൾ എന്തായാലും ഈ പുള്ളിക്കാരൻ്റെ പേര് നജീം എന്നാണ്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ജിഹാദിയാണ്. ഈ ജിഹാദിയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത് എന്ന് സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കട്ടെ. ഈ ജിഹാദിക്കെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചിലപ്പോൾ തോന്നുമായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്തോളൂ. കാരണം ചിലരൊക്കെ ഇപ്പം രംഗത്തോട്ട് മുന്നോട്ട് വരും. ഇവൻ വെറുതെ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇവൻ ഇങ്ങനെ ഒരു വഴി ഇവൻ തിരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണും. ആ കള്ളത്തരം ഒന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചിലരൊക്കെ മുന്നോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതെന്തെങ്കിലും തന്നെ ആവട്ടെ. എന്തായാലും നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് വരാം. ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. ചെരുപ്പ് മേടിച്ചിട്ട് ഈ 500 രൂപയുടെ ഒരു ചെരുപ്പാ. ഈ 500 രൂപയുടെ ചെരുപ്പ് മേടിച്ചിട്ട് നമ്മുടെ മിറ്റത്തില് നമ്മുടെ തിണ്ണയ്ക്കാണ് നാട്ടുകാരെ തിണ്ണയ്ക്കൊണ്ടിടാൻ പറ്റത്തില്ലല്ലോ. ഇത് അതിനെ നോക്കുമ്പോ 4-5 കഷ്ണമായിട്ട് റോഡിൽ കിടക്കണം, അല്ലേ? അത്രയൊരു അവസ്ഥയാണ്. ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടായേ പറ്റും. അതായത് പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തക്കുറവാണ്, വേറെ ആരെയും പറയാനില്ല. ഞാൻ സ്വയം മണ്ണിനെ വിളിച്ച് എത്തിക്കോളൂ. ഞാൻ ഉറപ്പായിട്ട് ഞാൻ തീരുമാനിച്ച ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം 4 മാസം യാത്രയാണ്. ഇന്ന് 25 ദിവസം ഊണില്ല, ഉറക്കമില്ല, കുഴപ്പമില്ല. എനിക്ക് എൻ്റെ ഫാമിലി ഉണ്ട്. ഇതിനെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഞാൻ വരുന്നത് ആർക്ക് വേണ്ടിയാണ്? അതേ നിങ്ങളുടെ ഒരു അത്യാവശ്യം ഒരു കേസാണ്. അത് ബന്ധപ്പെട്ട ഒരു കണ്ണ് തുറന്ന് കണ്ടില്ലെങ്കിൽ അവിടെ വെച്ച് ആ സ്പോട്ട് വെച്ച് എന്ത് ചെയ്തു? ഇത് രണ്ടും കണക്കൂട്ടി എന്തായാലും എന്നെ വായിക്കുമെന്ന് എനിക്കറിയാം. ഇത് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, ഈ തെരുവിൽ നിന്ന് എന്തുകൊണ്ട് പട്ടിയെ മാറ്റുന്നില്ല? എന്താ പറയുക? എനിക്ക് ഇദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങളെല്ലാവരും കേട്ടില്ലേ? അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഈ വീൽ ചെയർ പോലത്തെ സംഭവം ഇട്ടുകൊണ്ടാണ് ഇത് പോകുന്നത്. ഇദ്ദേഹം 4 മാസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തും. പക്ഷേ തിരുവനന്തപുരത്ത് എത്തിക്കഴിയുമ്പോൾ അധികാരികൾ കണ്ണ് തുറന്നില്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും എന്നാണ് പറയുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് സഹോദര. കാരണം അധികാരികൾക്കൊന്നും അതിനൊന്നും നേരമില്ല. അവർ തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറച്ചു
പിടിക്കാൻ വേണ്ടിയിട്ട് അവർ നെട്ടോട്ടം ഓടുന്ന സമയത്ത് താങ്കൾ ഇതൊക്കെ വന്നിട്ട് അവിടെ വന്നിട്ട് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കത്തിച്ചാൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് താങ്കളുടെ ഫാമിലി തന്നെയായിരിക്കും. താങ്കൾക്കൊരു കുടുംബം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ആ കുടുംബത്തിലുള്ളവരെ സങ്കടപ്പെടുത്താനായിട്ട് നിൽക്കരുത്. അങ്ങനെ രക്തസാക്ഷി ആവേണ്ട ആളല്ല താങ്കൾ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് തെരുവിലേക്ക് ഇറങ്ങുക, മനുഷ്യർ തന്നെ നേരിട്ട് തെരുവിലേക്ക് ഇറങ്ങുക, അങ്ങനെ സമരം ചെയ്യുക, അതൊക്കെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ചെറിയൊരു നിരാഹാര പന്തലൊക്കെ കെട്ടിയിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ സ്വയം ആത്മഹത്യ എന്ന് പറയുന്നത് തന്നെ സ്വയം ചെയ്യുന്നതാണ്. പക്ഷേ അതിലേക്കൊന്നും പോവണ്ട കേട്ടോ. അതിലേക്കൊന്നും താങ്കൾ തിരിയണ്ട. കാരണം താങ്കളെ ഓർത്ത് ദുഃഖിക്കുന്ന, വിഷമിക്കുന്ന, വേദനിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഈ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് കരുതിയിട്ട് എല്ലാവരും മരിക്കണം എന്നൊന്നുമില്ല. നമ്മൾ ആത്മഹത്യ ചെയ്യാനായിട്ട് തീയൊക്കെ ഇടും. ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ മരിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ മരിക്കുന്നതിനേക്കാളും മരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിൽ വരെ നമ്മൾ എത്തപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അത് വളരെ കഷ്ടമാണ്. പ്രത്യേകിച്ചും ഈ തീയൊക്കെ പൊള്ളലൊക്കെ കിടക്കുന്ന സമയത്ത് നമ്മൾ അപ്പോഴത്തെ ആവേശത്തിനങ്ങ് ചെയ്താലും പിന്നീട് നമ്മളെ നോക്കുന്നവർക്കും അത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് തന്നെ അറിയാമല്ലോ, ഒരു വ്രണം പരിചരിക്കുന്നത് വലിയ പാടാണ്. പക്ഷേ അതിനേക്കാൾ പാടാണ് തീപ്പൊള്ളലേറ്റ് വെന്തഴുകിയ ശരീരത്തെ പരിചരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾക്ക് ദൈവവിളി എത്തിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മരിക്കത്തൊന്നുമില്ല. പക്ഷേ നമ്മൾ മരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലാവും. ആ ഒരു അവസ്ഥയിൽ നമ്മൾ വേദന തിന്നാനുള്ളത് നമ്മൾ തിന്നുകയും വേണം. നമ്മുടെ നോക്കുന്നവർക്ക് നമ്മുടെ ആ ഒരു ഭാഗങ്ങളിലൊക്കെ തൊടുമ്പോഴുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് അവർക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. മാത്രമല്ല താങ്കളെ ഓർത്ത് വേദനിക്കുന്ന ഒരു കുടുംബം താങ്കൾക്കുണ്ടാവും. താങ്കളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുണ്ടാവുന്ന വേദനയും കൂടിയാണത്. അതുകൊണ്ട് അത്തരത്തിലൊന്നും ചിന്തിക്കേണ്ട. എന്തായാലും താങ്കളുടെ ഈ ഒരു പോരാട്ടമുണ്ടല്ലോ അത് മഹത്വമേറിയതാണ്. അതിന് താങ്കൾക്ക് ദൈവം നന്മ വരുത്തും. പക്ഷേ എന്ന് കരുതിയിട്ട് താങ്കൾ ഇതൊന്നും ചെയ്യാനായിട്ട് നിൽക്കണ്ട. എന്തായാലും താങ്കളുടെ ഈ ഒരു നിലപാടിന് ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇനി താങ്കൾക്ക് പറയാനുള്ള ബാക്കി കാര്യങ്ങളും കൂടി മറ്റുള്ളവരിലേക്ക് എത്തിക്കാം നമുക്ക്. ഇദ്ദേഹം പറയുന്നത് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കുറച്ച് ഇങ്ങോട്ട് വന്നു പോയി കുറച്ച് ബാക്ക് അടിക്കട്ടെ, നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം 4 മാസം യാത്രയാണ്. ഇന്ന് 25 ദിവസം ഊണില്ല, ഉറക്കമില്ല. എനിക്ക് എൻ്റെ ഫാമിലി ഉണ്ട്. ഇതിനെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഞാൻ വരുന്ന ആർക്ക് വേണ്ടിയാണ്? അത് നിങ്ങളുടെ ഒരു അത്യാവശ്യം ഒരു കേസാണ്. അത് ബന്ധപ്പെട്ട ഒരു കണ്ണ് തുറന്ന് കണ്ടില്ലെങ്കിൽ അവിടെ വെച്ച് ആ സ്പോട്ട് വെച്ച് എന്ത് ചെയ്തു? ഇത് രണ്ടും കണക്കൂട്ടി എന്തായാലും എന്നെ വായിക്കുമെന്ന് എനിക്കറിയാം. ഇതൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയോ, ഈ തെരുവിൽ നിന്ന് എന്തുകൊണ്ട് പട്ടിയെ മാറ്റുന്നില്ല? അതൊരു ചോദ്യം. പട്ടി അടിച്ചാൽ എത്രയും ശേഷപ്പെട്ടു അറിയാമോ? 7 ഒരെണ്ണത്തിന് എത്ര രൂപ? 5000 രൂപ. ഇത് ആര് പോക്കറ്റിലോട്ട് മരുന്ന് ഈ ലോബി തന്നെ ഇതിന്റെ പുറകിൽ. തെരുവിൽ നിന്ന് ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് പോക്കറ്റിലോട്ട് ഒന്നും വന്ന് വീഴത്തില്ല. അപ്പം ഈ തെരുവിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഒന്നും അവരുടെ കളികൾ മൊത്തം പൊട്ടി. അതിനാണ് ഈ യാത്ര. പിന്നെ തെരുവുനാടകം കൊണ്ട് പഞ്ചായത്തുകളിൽ പരാതിയും കൊടുത്ത് അവിടെ വിഷയം ഉണ്ടാക്കി ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഈ തെരുവ് നായ്ക്കളെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതിൻ്റെ കാര്യം, ഇതിൻ്റെ പേരിൽ സർക്കാർ ഒരു തീരുമാനം എടുക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്നത് മരുന്ന് ലോബിയുമായിട്ടുള്ള ബന്ധമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ഒരു പട്ടി കടിക്കുകയാണെങ്കിൽ 7 ഇഞ്ചക്ഷനോളം എടുക്കണം. അത് എടുക്കുമ്പോഴത്തേക്ക് ഒരു ഇഞ്ചക്ഷന് 5000 രൂപ വെച്ചിട്ടാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഈ പട്ടികളെയൊക്കെ ഒരു സ്ഥലത്താക്കിയാൽ അല്ലെങ്കിൽ ഈ തെരുവ് നായ്ക്കളെയൊക്കെ ഉന്മൂലനം ചെയ്ത് കഴിയുകയാണെങ്കിൽ മരുന്ന് ലോബികളുടെ ഈ ഒരു കളി നടക്കില്ല. അതുകൊണ്ടാണ് സർക്കാർ ഇതിന് മൗനം ഭജിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും എൻ്റേതായിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ എൻ്റെ സഹോദര, എനിക്കൊരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. ഈ താങ്കൾ പറഞ്ഞു 5000 രൂപയാണ് ഒരു ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്, 7 തവണ എടുക്കണം എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ കാര്യമായിരിക്കും താങ്കൾ പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു.
കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെല്ലാം ഈ ഒരു ഇഞ്ചക്ഷൻ ഫ്രീ ആണ് എന്നാണ് എൻ്റെ അറിവ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊന്നും ഈ പട്ടി കടിക്കുന്നതിൻ്റെ ഇഞ്ചക്ഷന് പൈസയൊന്നും അടയ്ക്കേണ്ട കാര്യമില്ല. കാരണം അത് പറയാൻ കാരണമെന്ന് വെച്ചാൽ എൻ്റെ മകനെ പട്ടി കടിച്ചിട്ടുണ്ട്. പട്ടിയല്ല, ശരിക്കും പറയുകയാണെങ്കിൽ അവന് പൂച്ചയെ അള്ളിയിട്ടുള്ള. പൂച്ച അള്ളിയപ്പോഴും ഈ പേപ്പട്ടിയുടെ ഇഞ്ചക്ഷൻ തന്നെയാണ് അപ്പോഴും അതിന് വേണ്ടിയിട്ടും എടുക്കുന്നതെല്ലാം അത് തന്നെയാണ്. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവന് ഇഞ്ചക്ഷൻ എടുത്തു. പണ്ടത്തെ പോലെ 7 ഇഞ്ചക്ഷനൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊക്കിളിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കയ്യിൽ തന്നെയാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഒന്നല്ല 2 or 3 ഇഞ്ചക്ഷനാണെന്ന് തോന്നുന്നു. അവരൊരു ഡേറ്റ് തരും, ആ ഒരു കാലയളവിൽ ചെയ്യേണ്ടത്. അല്ലാതെ ഒരുപാട് 7 ഇഞ്ചക്ഷനൊന്നും ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നീട് ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ടാണ് എടുക്കുന്നത്. അത് മാത്രമല്ല, എൻ്റെ അനിയത്തിയുടെ മകളെ 2 തവണ എടുത്തിട്ടുണ്ട് ഈ പട്ടിയുടെ ഇഞ്ചക്ഷൻ. അതിൽ ഒരു തവണ അനിയത്തിയുടെ മകൾക്ക് ഒരു 4 വയസ്സോ 3 വയസ്സോ പ്രായം മാത്രമുള്ളപ്പോൾ എൻ്റെ അനിയത്തി ഇങ്ങനെ ഇരുന്ന് മീൻ മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ മകൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞു വാവയല്ലായിരുന്നോ, ഒരു പേപ്പട്ടി, സാധാ പട്ടിയല്ല, പേപ്പട്ടി വന്നു അവളുടെ തൊട്ടുപിറകിൽ നിന്ന് കുഞ്ഞിനെ ആക്രമിക്കുകയായിരുന്നു. കുഞ്ഞിൻ്റെ കവൾ ഇങ്ങനെ കടിച്ച് പറിച്ചെടുത്തു. അപ്പോൾ എൻ്റെ അനിയത്തി ആ പട്ടിയെ അടിച്ചോട്ടിച്ചു. പിന്നെ പട്ടിയുടെ വായിൽ നിന്നാണ് കുഞ്ഞിനെ വലിച്ചെടുത്തത് സത്യം പറയുകയാണെങ്കിൽ. അതിനുശേഷം ആ പട്ടി കുറേ മൃഗങ്ങളെയൊക്കെ കടിച്ചിട്ടായിരുന്നു ആ പട്ടി ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നാട്ടുകാരെല്ലാം ചേർന്ന് ആ പട്ടിയെ അടിച്ചു കൊല്ലുകയും ചെയ്തു. ഈ കുഞ്ഞിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുചെന്ന് പേവിഷയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തു. വായ്ക്കകത്തും പുറത്തുമൊക്കെ ആയിട്ട് സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു. ആ കുഞ്ഞിനിപ്പോൾ 10-15 വയസ്സായിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ സ്റ്റിച്ചിട്ടതിൻ്റെ അടയാളം നല്ല രീതിയിൽ ചെറുപ്പത്തിലുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അത്രയും നന്നായിട്ട് അറിയത്തൊന്നുമില്ല. പക്ഷേ ചെറിയൊരടയാളമായിട്ട് അതവിടെയൊക്കെ ഉണ്ട്. വായ്ക്കുള്ളിലൊക്കെ കടി കൊണ്ട് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മുറിവുകളിലെല്ലാം ഇഞ്ചക്ഷൻ എടുക്കും. പക്ഷേ തികച്ചും ഫ്രീ ആണ്, ഇഞ്ചക്ഷൻ ഫ്രീ ആണ് കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. ഒരു പക്ഷേ താങ്കൾക്ക് അതേക്കുറിച്ച് അറിയാൻ പാടില്ലാത്തത് കൊണ്ടായിരിക്കും പറയുന്നത്. പിന്നീട് ഒരിക്കൽ അവളെ പൂച്ച അള്ളിയപ്പോഴും ഇതുപോലെ പേപ്പട്ടി വിഷത്തിൻ്റെ ഇഞ്ചക്ഷൻ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ സഹോദരന് പറയാനുള്ള ബാക്കി കാര്യങ്ങൾ കൂടി കേൾക്കാം. പിന്നെ ഒരു വർഷം എന്ത് ചെയ്യരുത്, ഏകദേശം ഒരു 4 മാസം കൊണ്ട് ഒതുക്കിയെടുക്കാം. വിജയിക്കട്ടെ. അതല്ലേ നിങ്ങളെ യാത്ര ഒരു നല്ലൊരു വിജയമായിട്ട് നല്ലൊരു കാര്യത്തിലല്ല. പിന്നെ അധികാരികളൊക്കെ കണ്ണു തുറക്കും വിചാരിക്കണം. കണ്ണു തുറക്കണ കണക്കന്നെ ചിലപ്പോൾ കണ്ണു തുറക്കും. കണ്ണ് തുറന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതി ഞാൻ ചെയ്യും. പിന്നെ ഈ വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ ഈ ഫോൺ നമ്പർ നോട്ട് ചെയ്തു. നമ്പർ പറഞ്ഞാൽ മതി. നമ്പറോടെ 97 47 22 85 നമ്പറാണ്. വഴി കൂടെ പോകുമ്പോൾ നിങ്ങൾ തള്ളി പറിക്ക് എറിയാതെ ഒരു നേരത്തെ അന്നം, ആഹാരം, അത് ചമ്മന്തി. ആരെങ്കിലും ഒരു കല്ലിൽ പെരുന്നിട്ടുണ്ടോ? ഇല്ലല്ല, അങ്ങനെയല്ല. ഒട്ടനാന്നും പറഞ്ഞ് ഒരു നേരത്തെ അന്നം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ചമ്മന്തിയോ ചോറോ പൊളിച്ച് ചൂട് വെള്ളമോ സാമ്പത്തികല്ലേ എനിക്ക് നടക്കണ്ടേ, നടന്നെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അന്നേരം അതിനുള്ളൊരു ഈ ഫോൺ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് വെച്ച് ചോറൊക്കെ കൊടുത്തില്ല. ഇതിപ്പോ മഞ്ചേശ്വരം തുടങ്ങിയ അവിടെ നിന്ന് അങ്ങോട്ട് പോലെ പൊന്നാനിൽ എത്തിയേ ഉള്ളൂ. ഇതിപ്പോ എന്താ സൈക്കിളോ അതോ വീൽ ചെയറാ? വീൽ ചെയറൊന്നുമില്ല. അദ്ദേഹം മഞ്ചേശ്വരത്ത് നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ അദ്ദേഹം എവിടെ ആയിന്നാണ് ഒന്നുകൂടി പറയുക, അത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അദ്ദേഹം മഞ്ചേശ്വരത്ത് ഇറങ്ങിയതാണ്. പൊന്നാനിയിൽ അദ്ദേഹം തെരുവ് നാടകങ്ങളൊക്കെ ചെയ്തു പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. മഞ്ചേശ്വരത്ത് നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ പൊന്നാനി വരെ എത്തി. തിരുവനന്തപുരമാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം അനർത്ഥ കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദൗത്യം വിജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പിന്നെയെന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ആരെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വയ്ക്കണം. കാരണം അദ്ദേഹത്തിന് ഇങ്ങനെ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നും പൈസയൊന്നുമില്ല, വഴിച്ചെലവിനൊന്നുമുള്ള. അപ്പോൾ അദ്ദേഹത്തിന് ആരുടെയും പൈസയോ പണമോ ഒന്നും വേണ്ട. നമ്മുടെ സഹോദരൻ്റെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും വേണ്ട. അദ്ദേഹം പറയുന്നത് ഇച്ചിരി ചോറ് ആരെങ്കിലും കൊണ്ട് കൊടുത്താൽ മതി, ചമ്മന്തി മാത്രം മതി, അദ്ദേഹത്തിന് ഒരു പിടി ചോറ് മാത്രം കൊടുത്താൽ മതി, വിശപ്പിനുള്ള ആഹാരം മറ്റൊന്നും വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും
ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറേ പേര് വരും, എന്നിട്ട് പറയും അവൻ വെറുതെയാണ് കാണിക്കുന്നത്, അവൻ ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ജഹാദി നടത്തുന്ന ഒരു സൂത്രമാണ്, ഞമ്മൻ്റെ മതക്കാരൻ നടത്തുന്ന സൂത്രമാണ്, ഇവൻ്റെ കയ്യിലാണോ തരികിട പരിപാടിയാണ്, ഇതിലെന്തെങ്കിലും ചതി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകളോട് എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങളോടൊക്കെ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. നിങ്ങളെപ്പോലുള്ളവരാണ് ഈ സമൂഹത്തിന് ബാധ്യതയായിട്ടുള്ളത്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ ഇത്തരത്തിലുള്ള വർത്തമാനം പറയുന്ന നിങ്ങളെയൊക്കെയാണ് പണ്ടേ എടുത്ത് പൊട്ടക്കിണറ്റിൽ എറിയേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ത് തന്നെയാണെങ്കിലും ഇദ്ദേഹത്തിന് പറയാനുള്ള ബാക്കി 1-2 കാര്യം ഇവിടെ ഉണ്ട്, അതുകൂടി ഒന്ന് കേൾക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ സഹോദരന് വേണ്ടുന്ന സപ്പോർട്ടെല്ലാം നിങ്ങളെല്ലാവരും കൊടുക്കണം. നിങ്ങൾ ഒരിക്കലും ഇദ്ദേഹത്തെ തള്ളിക്കളയരുത്. കാരണം നമ്മളിൽ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഈ ഒരു പ്രവൃത്തിയുമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു കുടുംബം ഒക്കെ ഉള്ളതാണ്. പറ്റുന്നവരുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഒന്ന് സഹായിക്കാനായിട്ട്, നിങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ കുടുംബത്തെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം 4 മാസത്തെ കാര്യമാണ് അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് പട്ടികൾ മൂലം ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്ന്. പിന്നെ ചെരുപ്പൊക്കെ പുറത്തിട്ടിരുന്ന എടുത്തുകൊണ്ടുപോയി 16 കഷ്ണമാക്കിയിട്ട് ഏതെങ്കിലും വീടിൻ്റെ മുറ്റത്തൊണ്ടിടുമെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്, പട്ടിയുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഈ സഹോദരന് വേണ്ടിയിട്ട്, ഇദ്ദേഹം നമ്മളിൽ ഒരാളാണ്, ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എല്ലാവിധ സപ്പോർട്ടുകളും എല്ലാവരും കൊടുക്കണം. അതുമാത്രമല്ല, ഇദ്ദേഹം പറയുന്നത് പോലെ നായ്ക്കളെ പിടിച്ച് വന്ധ്യംകരണം നടത്തിയിട്ട് വിട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? നായ്ക്കൾക്ക് വായിൽ പല്ലില്ലേ? വന്ധ്യംകരണം നടത്തി കഴിയുമ്പോഴത്തേക്ക് പല്ലുകൾ ഇളക്കി മാറ്റുകയല്ലല്ലോ ചെയ്യുന്നത്, പല്ലുകൾ വായിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സർക്കാരിനെ കൊണ്ട് സാധിക്കുമെങ്കിൽ അതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു കാര്യം പറയട്ടെ, എത്രയോ തടവ് പുള്ളികളെ വർഷങ്ങളായിട്ട് വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്ന പലരും ജയിലിൽ നിന്ന് കിടക്കുന്നുണ്ട്. അവർ നന്നായിട്ട് ചിക്കനും മട്ടനും അതെല്ലാം കൂടി എടുത്ത് തീറ്റിച്ച് തടിപ്പിച്ച് കൊഴുപ്പിച്ച് അവിടെ ഇട്ടിരിക്കുന്നു. ഇവന്മാരെയൊക്കെ വിധി പറഞ്ഞ് പണ്ടേ അവന്മാരൊക്കെ അർഹിക്കുന്ന ശിക്ഷയും കൊടുത്ത് അവന്മാരെ ജയിലിലാക്കുന്ന നേരത്തിന് വിധി പോലും പറയാതെ, അതായത് കേസ് നടന്നുകൊണ്ടിരിക്കവേ തന്നെ ഇവന്മാരെയൊക്കെ ഇങ്ങനെ വർഷങ്ങളോടുകൂടി ഇങ്ങനെ തീറ്റിപ്പോറ്റുന്ന പണം വേണ്ടല്ലോ സർക്കാരിന് ഈ മിണ്ടാപ്രാണികളെ നോക്കുന്നതിന്. അതിനൊക്കെ ഏതെങ്കിലും ഫുഡ്, അതായത് ഈ ഇറച്ചി വെട്ടുന്നതിൻ്റെയൊക്കെ വേസ്റ്റ് ആണെങ്കിലും ഇതിനെയൊക്കെ കൊടുത്തിടാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്തായാലും ഈ കാര്യത്തിൽ എന്തായാലും നമ്മുടെ സഹോദരന് വേണ്ടുന്ന പൂർണ്ണ പിന്തുണ എല്ലാവരും കൊടുക്കണം. അപ്പോൾ നമ്മുടെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങളാരും മറക്കണ്ട, നജീം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എത്രയും പെട്ടെന്ന് ലൈക്ക് ചെയ്തോളൂ. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാവരും കമൻറ്റ് ചെയ്തേക്കണം. ഇനി ഇതുപോലെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.